ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്കതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്കത് പുതിയ ലൈനറാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും ഹബിനായാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറാണ്. പിന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ അടിക്കുന്നുണ്ട്, അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ. 2023 പറയുമ്പോൾ ഓൾറെഡി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞാൽ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഓയിൽ മാറാനായിട്ട് വൈകി പോകണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററാണ്. അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒന്നോലെ ഒരു 1000 കിലോമീറ്റർ കണക്ക് കൂട്ടുക, അതല്ലെങ്കിൽ ഒരു മാസം കണക്ക് കൂട്ടുക. ഏതാണ് ഫസ്റ്റ് തന്നെ. ഇപ്പോൾ ഓട്ടം കൂടുതലാണെങ്കിൽ 1000 കിലോമീറ്റർ എന്നുള്ളത് പെട്ടെന്ന് വരും. ഓട്ടം കുറവാണെങ്കിലും നമുക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് കയറ്റിയിട്ട് എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് ലെവലെങ്ങാനും കുറയുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എൻജിനിലേക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻസുകൾ വരും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് കുറയുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ക്ലിയറാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, വൈബ്രേഷൻ. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വലിയ സൗണ്ടായിട്ടില്ല. കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൗണ്ടുണ്ട്. ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴായാലും ചെറിയ ഗട്ടറൊക്കെ ചാടുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് അത് ഹാൻഡിൽ ബെയറിങ് ഇവിടെ വന്ന ഭാഗമാണ്, അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു കംപ്ലീറ്റ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടി നമ്മളൊന്ന് ടെസ്റ്റ് ടൈം നടത്താം. ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ഈ കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ ഈ ബൂട്ട് നമുക്കൊന്ന് മാറ്റിയിട്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കും അങ്ങോട്ട് വികസിച്ച് പോകേണ്ടതുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ നോയ്സ് ആ ഭാഗത്തു നിന്നൊക്കെ ബ്രാക്കറ്റ് ടച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ബ്രാക്കറ്റും കൂടിയൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതാണ്. പുതിയ പ്ലഗാണ് കിടക്കുന്നത്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നിലവിൽ നമുക്ക് എൻജിൻ ഓയിലിൻ്റെയാണ് മെയിനായിട്ടുള്ളൊരു കേസ്. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ജനറലായിട്ടുള്ള സർവീസാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ ഓയിൽ ലെവൽ കുറയുന്ന കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് മോണിറ്റർ ചെയ്യണം. കുറഞ്ഞു പോകണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണ്, അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.